എല്ലാവർക്കും നമസ്കാരം. ഭഗവാൻ ശ്രീകൃഷ്ണൻ തുടർന്നു പറയുന്നു, അല്ലയോ അർജുന, യോഗസ്ഥനായിട്ട് ആസക്തി കൈവെടിഞ്ഞ് സിദ്ധിച്ചതിലും സിദ്ധിക്കാത്തതിലും സമചിത്തനായി കർമ്മങ്ങൾ ചെയ്യുക. യോഗം എന്നാൽ മനസ്സിൻ്റെ സമസ്ഥിതിയാണ്. സമസ്ഥിതിയിലെത്തിയ മനസ്സ് ബ്രഹ്മസ്വരൂപം കൈക്കൊള്ളുന്നുവെന്നാണ് നിയമം. സമസ്ഥിതി നേടാൻ ആദ്യമായി വേണ്ടത് മനസ്സിനെ ഏകാഗ്രപ്പെടാനുള്ള ഒരാശ്രയമാണ്. അല്ലയോ അർജുന, ബുദ്ധി കൊണ്ട് ഈശ്വരപ്രാപ്തിയെ പരമലക്ഷ്യമായി കരുതാതെ ചെയ്യപ്പെടുന്ന കർമ്മം നികൃഷ്ടമെന്നറിയുക. ഈശ്വരബുദ്ധിയിൽ മാത്രം അഭയം തേടുക. ഫലാനുഭവത്തിനു കാരണമായി ഭവിക്കുന്നവർ അനുകമ്പാർഹരാണെന്ന് അറിയുക. ജീവിതം ധന്യമാക്കാൻ കൊതിക്കുന്നവർ ഈശ്വരബുദ്ധിയിൽ അഭയം തേടണം. എന്നാൽ ജീവിതത്തിൽ പരമശാന്തി കൈവരുകയും ചെയ്യും. കർമ്മഫലം എന്തു തന്നെയായാലും അത് വിട്ടുകൊടുക്കേണ്ടതാണ്. തൻ്റെ പരമമായ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരം എന്നുറപ്പിച്ച് വിട്ടുവീഴ്ച കൂടാതെ സ്വധർമ്മം അനുഷ്ഠിക്കുകയും വേണം. സമത്വബുദ്ധി നേടിയവനാകട്ടെ ഈ ജന്മത്തിൽ തന്നെ പുണ്യപാപങ്ങളെ ഉപേക്ഷിക്കുന്നു. അതുകൊണ്ട് യോഗത്തിനായി പ്രയത്നിക്കുക. യോഗം കർമ്മങ്ങളിലെ കുശലതയാണ്. അതായത് ഈ ശരീരം കൊണ്ട് ചെയ്യാൻ ബാധ്യസ്ഥമായ കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും എന്നാൽ പുതിയ കർമ്മവാസനകളിൽ സഞ്ചരിക്കുകയും അരുത്. ഇതിനെയാണ് സമർത്ഥമായ കർമാനുഷ്ഠാനം എന്ന് പറയുന്നത്. മലയാള പരിഭാഷ: ചിത്തമായതിനെയൊന്നുപോലെയാക്കുക അർജുന, ജയിച്ചിടട്ടെ തോറ്റിടട്ടെ രണ്ടുമൊന്നു തന്നെടോ. ആയതായ മനസ്സതിൽ സമത്വമായതെന്നെയും യോഗമെന്ന് ചൊല്ലിടുന്നതുണ്ട് നീ ധരിക്കുക. നികൃഷ്ടമായതിനെ ദൂരെയാക്കിടേണം അർജുന, ആയതിനു നേരിടേണ്ടതാണ് ബുദ്ധിയോഗവും. കർമ്മമായതിൻ ഫലത്തെ ആഗ്രഹിക്കിടല്ലടോ, കൃപണനായിടല്ല എൻ്റെ ധീരനീ ധനഞ്ജയ. ബുദ്ധിയോഗിയായവർ ത്യജിച്ചിടുന്നതുണ്ടടോ, ഇഹത്തിൽ വച്ചു തന്നെ തൻ്റെ പുണ്യപാപഫലമതും. യോഗിയായിടേണം എൻ്റെ ധീരനായ പാർത്ത് നീ, കർമ്മയോഗമാണതിന്നു ചെയ്തിടേണ്ടത് അർജുന. എല്ലാവർക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.